കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായ, എന്തിനേറെ ഇങ്ങ് മലയാളികൾക്കിടയിലും വലിയ രീതിയിൽ ചർച്ചയായ ഒരു സ്ത്രീയാണ് മഹാരാഷ്ട്രക്കാരിയായ സന അൻസാരി. എന്തുകൊണ്ടാണ് സന അൻസാരി ഇങ്ങ് മലയാളികൾക്കിടയിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത് എന്നറിയാൻ ഒരു വ്ളോഗർ പകർത്തിയ ഒരു വീഡിയോ കണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് സന അൻസാരി ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം ആരംഭിച്ച അജ്മീർ ഉറൂസിലേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നു കയറിയതിൻ്റെ തിക്കും തിരക്കും ബഹളങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ആ വന്നു കയറിയ ഗസ്റ്റിൻ്റെ പേര് സന അൻസാരി എന്നാണ്. ഇവരെങ്ങനെയാണ് സ്പെഷ്യൽ ഗസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു ട്രെൻഡിനെ കുറിച്ച് പറയട്ടെ. ഇന്ത്യയിൽ നിന്നും മക്കയിലേക്ക് നടന്നു പോകുക എന്നൊരു ട്രെൻഡ്, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നടന്നു പോകുന്ന ട്രെൻഡുകളിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ട്രെൻഡിങ് ആയി മാറിയ ഒരു ലേഡിയാണ് സന അൻസാരി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കാൽനടയായിട്ട് സൗദി അറേബ്യയിലേക്ക് പോവുക എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ നിന്നും നടന്ന് ഹജ്ജിനെത്തുക എന്നതാണ് ഇവരുടെ മിഷൻ. ആൻഡ് ഇവർ പോകുന്ന വഴിയിലൊക്കെ തന്നെയും ഒരുപാട് ആളുകൾ ഇവർക്ക് സ്വീകരണങ്ങളും പൂമാലകളും അതുപോലെ പ്രാർത്ഥനകളുമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ഭക്തിയുടെ ആഴം കണ്ടിട്ട് ഉത്തരേന്ത്യയിലുള്ള ഗ്രാമത്തിലുള്ള വൃദ്ധരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ അവരുടെ ആഭരണങ്ങളടക്കം, സ്വർണ്ണാഭരണങ്ങളടക്കം ഊരി ഇവർക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. പോകുന്ന സമയത്ത് വെറും 12,000 സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഇവരുടെ ചാനല് ഇവരുടെ യാത്ര ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1 മില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മാത്രം ആളുകളാണ് ഇവരുടെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥനകളോട് കൂടി കാത്തിരുന്നത്. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സന അൻസാരിയുടെ ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമായും ഉയരുന്ന വിമർശനം. കാരണം പണ്ടൊക്കെ ആളുകൾ നടന്നുകൊണ്ട് ഹജ്ജിന് പോകുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഷിഹാബ് ചോറ്റൂരാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഹജ്ജിന് നടന്നുകൊണ്ട് ഹജ്ജിന് പോകുക എന്നുള്ള ഒരു ട്രെൻഡിന് തുടക്കമിടുന്നത്. പിന്നീട് പല ആളുകളും ആ ട്രെൻഡ് പിൻപറ്റുകയും ആ ട്രെൻഡ് പിൻപറ്റിയ ഏറ്റവും അവസാനത്തെ ആളാണ്, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളാണ് സന അൻസാരി. സന അൻസാരിക്കെതിരെ പ്രധാനമായും ഉയരുന്ന വിമർശനം എന്ന് പറയുന്നത്, സന അൻസാരി ഈ ഹജ്ജിന് പോകുന്നുണ്ട്, നടന്നുകൊണ്ട് ഹജ്ജിന് പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽപ്പെട്ട പല മുസ്ലിം സ്ത്രീകളും വലിയ രീതിയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ സന അൻസാരിക്ക് നൽകിയിരുന്നു. കൂടാതെ ഇവർ ഈ യാത്ര ചെയ്യുന്നതിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും പങ്കുവെക്കുന്നുണ്ട്. ഇതുമൂലം തന്നെ വലിയ റീച്ച് അവർക്ക് ഇൻസ്റ്റാഗ്രാമിലടക്കം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഏകദേശം 1 മില്യൺ ഫോളോവേഴ്സാണ് സന അൻസാരിക്കുള്ളത്. ഇതോടുകൂടി തന്നെയാണ് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആളുകളുടെ ചോദ്യം ഉയരുന്നത്. ഇസ്ലാമിൻ്റെ പുണ്യപ്രവർത്തിയായ ഹജ്ജ് എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾക്ക് സ്വയം മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്നുവോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും സമൂഹ മാധ്യമങ്ങളിൽ പല ആളുകളും ചോദിക്കുന്നത്. അതേസമയം സന അൻസാരിയെ അനുകൂലിച്ചുകൊണ്ടും പലരും രംഗത്ത് വരുന്നുണ്ട്. സന അൻസാരി അവരുടെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരുടെ ദൈവത്തിന് ഇത് ബോധ്യപ്പെട്ടാൽ മതി, മറ്റാരും അതിനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് പല ആളുകളും സന അൻസാരിക്ക് അനുകൂലമായി രംഗത്ത് വരുന്നുണ്ട്. എന്നാലും ഭൂരിഭാഗം ആളുകളും കമന്റ് ചെയ്യുന്നത് ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിക കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നും, എന്നാൽ അതിനെ ഇത്തരത്തിൽ കമ്പോളവൽക്കരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് പല ആളുകളും അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.